അതാക്കണ കിട്ടി. നിങ്ങൾ കണ്ടണോന്ന് അതിനറിയില്ല കേട്ടോ. ഈ സാധനത്തിന് നിങ്ങൾ കണ്ടുക്കണോ? ഇവിടെ നിന്നാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാനാണെങ്കിൽ അതാണ്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്തായാലും അതോ ചെരുപ്പിട്ട് വാ പോര്. ഇനി നമ്മളെ പരിപാടി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ പുറത്താണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇതിൽ കേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ വീഡിയോയിൽ ചീവീടിൻ്റെ സൗണ്ട് ആയിക്കോട്ടോ. കീ 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 പറഞ്ഞിട്ട് ഈ സാധനത്തിന് നിങ്ങൾ കണ്ടുക്കണോ? ഇവിടെ നിന്നാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അതിന് നമ്മളിന്ന് ഓടിക്കാൻ പറ്റുമെന്നാണ് നോക്കണം കേട്ടോ. അടിയിലൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞ് ചെറിയ ഇത്ര വലിപ്പമുള്ളൊരു പാറ്റയാണ്, ഇത്ര വലിപ്പമുള്ള. അതിനോടുള്ളൊരു ഇടങ്ങേറ് എത്രയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും ഓണാക്കുമ്പോൾ ഇങ്ങനെ അപ്പം തുടങ്ങുമ്പോൾ വെച്ചുണ്ടാക്കി. ഈ ഭാഗത്ത് ഈ മരത്തുമ്മലും ഉണ്ട്, പിന്നെ അവിടെ ഒരു മരത്തുമ്മലും ഈ സാധനം ഉണ്ട്. എന്നിട്ട് അതിനെ കൊണ്ട് അതിൻ്റെ സൗണ്ട് ആണോ നമ്മൾ ഈ ഭാഗത്തുനിന്ന് പോയത്. എവിടുന്നാണ്? മൂച്ചിമല അവസ്ഥയാണ് ഗൈസ്. അതാക്കണ കിട്ടി. നിങ്ങൾ കണ്ടണോന്ന് അതിനറിയില്ല കേട്ടോ. ഇതാക്കണേ, ഈ സാധനമാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ സാധനമാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആള്. അവിടെ ഏതാ എന്തൊരിടങ്ങേറെ അറിയുന്നതുകൊണ്ട് ഒന്നൊന്നല്ല, ഇതിപ്പോൾ കുറേ ഉണ്ട്. ഇതിനെ ഒഴിവാക്കാനുള്ള എന്താ മാർഗം എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞിരി. അതാ പാറി ഒന്ന് പാറി. ഒന്നൊന്നല്ല കേട്ടോ, ഇതിപ്പോൾ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ കേട്ടോ. സൗണ്ട് നിങ്ങൾ കേൾക്കില്ലേ? അവിടെ നിങ്ങളെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം? ഉണ്ടോ? അപ്പൊ നിന്ന് എന്തൊരു കഷ്ടം അറിയാം ഇതിനെ കൊണ്ട്. ഇന്നാണെങ്കിൽ മഴയും പെയ്തു കേട്ടോ. ഇന്ന് ഇതിന് സ്കൂളില്ല കേട്ടോ. ഇന്ന് മുഹറം 9 അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇതിന് സ്കൂളില്ല. അപ്പോൾ അതാക്കണ ആ മരത്തുമ്പോൾ ഒന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ഇന്ന് സ്കൂളില്ലാഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായതോ? നിങ്ങൾക്ക് ഒരു കോമഡി പറഞ്ഞോ. ഇന്നത്തേന് പകരം ഇന്ന് നാളെ സ്കൂളില്ലല്ലോ, അപ്പോൾ അതിന് പകരം ശനിയാഴ്ച സ്കൂളുണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നലുണ്ട് പറയണ് ഞാൻ ശനിയാഴ്ച സ്കൂൾക്ക് പോകില്ല, ശനിയാഴ്ച എനിക്ക് വെച്ച സ്കൂൾക്ക് പോകാനെന്നൊക്കെ. ഇപ്പം ഇന്ന് രാവിലെ നീച്ചിട്ട് ഓൻ പറയണത് എന്താ അറിയോ? ഞാൻ പോവും, ഞാൻ സ്കൂൾക്ക് പോകും, ഞാൻ എന്തായാലും ശനിയാഴ്ച സ്കൂൾക്ക് പോകും. കാരണം ഇവിടെ നിന്നൊരു ചടപ്പ്. അത് എന്താ അറിയോ, ആരുമില്ല. ഇന്ന് ഓന് മാത്രമേ സ്കൂളില്ലാത്തുള്ളൂ, ഓൻ്റെ ചങ്ങന്മാർക്കൊക്കെ സ്കൂളുണ്ട്. നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഓൻ്റെ പഴയ സൈക്കിളില്ലേ, ആ സൈക്കിളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുക. ഞാൻ ഇതിൽ കൂടെ കാണിച്ചു തരാം. നന്നാക്കാൻ വേണ്ടിയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കയറ്റി വെച്ചിരിക്കുന്നത്. ഉണ്ടോ? ഞാൻ ഓനോട് പറഞ്ഞതാണ് നമുക്കതൊരു ഓട്ടോറിക്ഷ കയറ്റിയാണ്ട് വിടാം. അതുകൊണ്ട് ഇവിടെ അവൻ്റെ പഴയ ഗിയർ സൈക്കിളും ഉണ്ട്, ഇതും വേണം നന്നാക്കുക. അപ്പോൾ ഇതൊക്കെ ഇപ്പം നന്നാക്കി കൊടുത്ത സാധനം കേട്ടോ. ഒക്കെ ഇപ്പം നാള് കൊണ്ടാണ് നന്നാക്കി കൊണ്ടുവന്ന സാധനം. അത് പറയുമ്പോൾ ഓന് കണ്ടോ, അപ്പോൾ എന്താ പറയുക, ഓനത് നന്നാക്കണം എന്നൊക്കെയാ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തിയേക്കാണ്. എന്തായാലും ഓട്ടോറിക്ഷ കയറ്റിയാണ്ട് എന്ത് വേണം, കൊണ്ടുപോയി നന്നാക്കി കൊടുക്കണം. ഇന്നല്ല, നോക്കട്ടെ ഒരു ദിവസം. പിന്നെ ബൈക്ക് ഇതാക്കണ്, ബൈക്ക് അടക്കം കിടന്ന് നടക്കുന്നുണ്ട്, നന്നാക്കി കൊണ്ടുവന്നാണ്. എങ്ങനെയാ കിടന്ന് വലിക്കണ സാധനം നൂലിനൊന്നും പറ്റിയില്ല, പക്ഷെ നൂലുള്ളിൽ പോയി. അതാണിപ്പം നിലവിലുള്ള പ്രശ്നം. അതവിടെ തന്നെ വെച്ചടാ, അതേമാതിരി കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ഇന്ന് മഴ പെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം രാവിലെ മഴ ചെയ്തു, രാവിലെ മഴ ചെയ്തിന്, സുബൈക്ക മഴ ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ബാങ്ക് കൊടുക്കേണ്ട ഒരു മിനിറ്റ്. അങ്ങനെ ബാങ്ക് കഴിഞ്ഞിട്ടോ, ബാങ്ക് കഴിഞ്ഞാണ്ട് നോക്കുമ്പോൾ ഐതുവിനെ കാണാനല്ല, ഐതു മിന്നി. ഐതു അപ്പോൾ ആ ഗ്യാപ്പിൽ സൈക്കിൾ എടുത്താണ്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മളെ എൻ്റെ ആദ്യമ്മൻ്റെ സ്കൂൾ വിട്ടിക്കണ് പറഞ്ഞു. അപ്പോൾ ഓനെ കൂട്ടി വരാറിനാണ്ട് ഇറങ്ങിക്കണ് ഇവിടുന്ന്.
അപ്പോൾ ഓനെ കിട്ടുമോ എന്താണെന്നറിയില്ല. കാരണം സ്കൂളിൽ പോയി വിട്ടിട്ടല്ലേ ഉള്ളൂ, ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരൂലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നിലവിലുള്ള കാര്യങ്ങൾ. എന്താണ് നിങ്ങളവിടെ നിന്ന് സ്കൂളൊക്കെ ഉണ്ടായിനോ, ആരൊക്കെ നോമ്പ് നോറ്റിക്കണ്, കാര്യങ്ങളൊക്കെ വേഗം അറിയിക്കിട്ടോ, കമൻറ്റ് ചെയ്തോളി. ഗൈസ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അതായത് നല്ലൊരു ചാമ്പക്ക മരം ഇത് വീട്ടിൻ്റെ മുന്നിലുള്ള ആ മരം. പിന്നെ ഓനല്ല KCB-കാർ വന്നാണ്ട് കൊമ്പ് വെട്ടി പോയി, ലൈനുമൊക്കെ തൂങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിപ്പോയി. അപ്പോൾ അതിൽ കുറേ ചാമ്പക്ക വീണീനി. ആ ചാമ്പക്കൊക്കെ ഇതും തട്ടി നല്ല സുറുക്കയിലിട്ട് വെച്ചിട്ടോ, ഉപ്പിലിട്ട് വെച്ച്. അങ്ങനെ ഇന്ന് ഒരു കഷ്ണം എനിക്ക് കൊണ്ടുവന്ന് കുറച്ച് ഞാൻ നോക്കുമ്പോക്കിന് ഫുള്ള് ഒറ്റക്കോ തിന്ന് തീർത്തിക്കുന്നു. ഓൻ വരുന്നുണ്ട്. ഇതോ ആ ഉപ്പിലിട്ട ചാമ്പക്കല്ലേ, അതിൽ എത്ര ഉണ്ടായിനി? കുറേ ഇല്ലേനിയോ? അത്ര ഫുള്ള് ചൊറ്റക്കുന്നില്ലേ? ഒരു കഷ്ണല്ലേ ചെന്ന് 3 തന്നേ, 4. ഇപ്പം ബാങ്ക് കൊടുത്തപ്പോഴാണോ ആ ഗ്യാപ്പിലാണോ പുറത്ത് പോയിട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ഐദുവിനെ കണ്ടില്ലേ? ഇപ്പം ഐദുവിൻ്റെ കോലം നോക്കി. ഇതൊക്കെയാണ് ചളി. സൈക്കിൾ മേലെ ഇപ്പം അങ്ങാടിക്ക് പോയതാ. ഇതൊക്കെയാണ് ഓഫ് റോഡ്. ഇന്ന് അല്ല, ഒരു മിനിറ്റ്. ഇന്ന് അവന് ഉച്ചവരെ ഇട്ടിനെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൽ മൊത്തം ഗ്രീസാക്കിയാണ്ട് വന്ന് കുളിച്ചു വന്നതാണ്. ഇപ്പോൾ കുളിച്ചാണ്ട് ഇപ്പോൾ ഇട്ട ഡ്രസ്സാ അത്. ഈ ഡ്രസ്സിൽ ഫുള്ള് ചളിയല്ലേ? ഉമ്മിൻ്റെ അടുത്ത് കാണിച്ചില്ല കേട്ടോ. അപ്പം കാണാൻ എനിക്ക് ബാക്കി എത്തതായത്. അത് ഇനി ഒരു വീഡിയോ എടുക്കാണ്ട്, ആ വീഡിയോൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചളിയാണ്. ഏതായാലും കണ്ടറിയാം. അപ്പം ഗൈസ് ഞങ്ങൾ അങ്ങനെ അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അല്ലേ ഇത്. അപ്പം ആദ്യമനെ നമുക്ക് കിട്ടണം. അപ്പം ആദ്യമനെ പോയി വിളിച്ചു വാ കേട്ടോ. ആ ഡ്രസ്സിൻ്റെ കോലം വിഷയം തന്നെയാണ്, എന്നാലും മതി തുടച്ചളാ. അപ്പം ഞങ്ങൾ ആദ്യമനെ കൂട്ടിയിട്ട് ഇനി നേരെ പിന്നെ വീഡിയോ എടുക്കട്ടെ. അപ്പം എന്താ ഓൻ ആദ്യമം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഓൻ വന്നിട്ട് ഓനെ കൂടി കൂട്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അല്ലേ ഗൈസ്. അങ്ങനെ ഐദു ആദ്യമനെ വിളിച്ചാൻ വേണ്ടിയാണ് പോയത്. ഇനി ഓൻ സ്കൂളിൽ വരുമ്പോക്കിന് ഓൻ്റെ വീട്ടിൽ പോയി ഓനെ ചായയും കൂടി കുടിച്ചയക്കാതെ ഓനെ കൊണ്ടല്ലാണ് ഐദുവിൻ്റെ പതിവ്. ഇതൊക്കെയാണ്. എന്നിട്ട് എവിടെ ആദ്യമനോടെ ഇറങ്ങി. ഇതാണ് പരിപാടി. അങ്ങനെ ഓനെ വിളിച്ചാൻ പോയി. അങ്ങനെ ഉണ്ട് കയ്യും വീശിങ്ങനെ വരുന്നേ. ഡ്രസ്സൊക്കെ മാറ്റിന് കേട്ടോ. ഡ്രസ്സിലൊക്കെ ഫുള്ള് ചളിയാക്കിയപ്പം ഡ്രസ്സൊക്കെ ഇപ്പം മാറ്റിയിരിക്കണേ. എവിടെ ആദ്യമനോടെ? അടിപൊളി. അപ്പം ആദ്യമന് വയറുവേദനയാണ്. അപ്പം നമ്മൾ ഏതായാലും ഇവിടെ ഒരു മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ. അപ്പോൾ നമ്മളിനി ഇപ്പം വീഡിയോ എടുക്കാനാവില്ല എന്ന് വിചാരിച്ച്. പിന്നെ നാളെ എന്തായാലും എല്ലാവർക്കും ഒഴിവാണല്ലോ. അപ്പം നാളെ എന്താ പറയുക, രാവിലെ തന്നെ ഇറങ്ങി നാളെ വീഡിയോ എടുക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. എണീച്ചില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യമനെ വിളിച്ചാൻ പറ്റുവാനെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു സംഭവം നിർത്തി. അപ്പം നാളെ നമ്മൾ അതിശക്തമായിട്ട് എടുക്കും അല്ലേ ഇതോ? ഇല്ല എടുക്കൂലേ? അപ്പോൾ ഗൈസ് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.